ഇപ്പം ചിന്നുവിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആനന്ദിൻ്റെ വാക്കുകൾ എടുത്താൽ സിനിമയിൽ നിന്ന് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് ചിന്നു. എപ്പോഴെങ്കിലും ഇതുപോലെ തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു അവസരം? കാരണം ചിന്നുവിന് കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നിനും മികച്ചാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇത് വേണ്ടി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യത്തെ ജോലിയിലേക്ക് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്നുവിന് തോന്നിയിട്ടുണ്ട്? ആക്ച്വലി സിനിമ എന്ന് പറയുന്ന ഒരു ജോലിയായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും സിനിമ എന്ന് പറയുന്നത് ഒരു നമുക്ക് എന്താ പറയുക, നാളെ എന്തെന്ന് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് അത്. അപ്പം ഞാൻ ചെയ്ത ആദ്യ സിനിമ മുതൽ എല്ലാ സിനിമ കഴിയുമ്പോഴും ഇനി എന്തെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ഭയങ്കര അൺസേർട്ടൺ ആയിട്ട് ഇനി ഞാൻ ചിലപ്പോൾ സിനിമ ചെയ്യില്ല എന്ന് വിചാരിച്ച് തന്നെ ഞാൻ എല്ലാ സിനിമയും കഴിഞ്ഞ് നിന്ന സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ അടുത്താണ് ഇല്ല എനിക്ക് സിനിമ ലൈക്ക് ഇത്രയും നാൾ ഐ ഹാവ് നോട്ട് ചേസ്ഡ് സിനിമ, ഇനി ഞാൻ സിനിമയുടെ പിന്നെ ഓടി തുടങ്ങും എന്ന് ഞാൻ തീരുമാനിച്ചത് ആക്ച്വലി ഇപ്പം വളരെ അടുത്താണ്. കാരണം അതുവരെ സിനിമ വരുമോ ഇന്നും ആക്ച്വലി ഇപ്പോഴും ഐ ഡോണ്ട് നോ വാട്ട് മൈ ഇനി അടുത്ത പടം പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് സമയത്തിന് നടക്കുമോ. ഇപ്പം ഞാൻ ചെയ്ത പടം ഇനി റിലീസാകാനുള്ള പടം ഞാൻ 3 വർഷം മുമ്പ് കഥ കേട്ട് 1 വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത പടമാണ്. അപ്പോൾ അങ്ങനെ സിനിമയിൽ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ആ അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് എല്ലാ പടം കഴിയുമ്പോഴും ഈ ഒരു ഇത് ഇനി എന്ത് എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു ചോദ്യത്തെ ഇപ്പം ആനന്ദ് പറഞ്ഞു ഞാനത് ഇനിയും അതിനുവേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നതിനെ കഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ആനന്ദ് പറഞ്ഞു. അപ്പം ഈ ഒരു അൺസർട്ടനിറ്റി വരുമ്പോൾ എന്താണ് ചിന്നു, എങ്ങനെയാണ് അതിനെ മറികടക്കുക? ഞാൻ ഇത്രയും നാൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഞാൻ എപ്പോഴും സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നുവെച്ചാൽ അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രഷർ ഇല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്പേസിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇനി സിനിമയെ ഞാൻ കാരണം ഈ പറയുന്ന പോലെ ഞാൻ ഇതുവരെ സിനിമ എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടവും ആഗ്രഹവും കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇനി ആ ആഗ്രഹം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും തോറും സിനിമകൾ വന്നുകൊണ്ടിരിക്കും. ആ സിനിമകൾക്ക് പിന്നാലെ ഞാൻ ഓടാൻ റെഡി ആയതുകൊണ്ട് ഞാൻ ഇനി ഓടിക്കൊണ്ടിരിക്കും.